കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം. സുഗുനോ ഭവന്തുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് സുഗുനോ ഭവന്തുവില് വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ്. വേറൊന്നുമല്ല, ഇന്നും നമ്മൾ യോഗ പരിശീലനങ്ങളും യോഗയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു യോഗാസനം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു കാണുമല്ലോ, എങ്ങനെയാണ് റേഡിയോയിലൂടെ യോഗാസനം പരിചയപ്പെടുത്തുന്നതെന്ന്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള വളരെ ലളിതമായ ഒരു യോഗാസനമാണ്, എന്നാൽ വളരെ ഫലപ്രദമായ ഒരു യോഗാസനമാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരു തന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ആന്റണിയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് ആ യോഗാസനം എന്നൊന്ന് പറയാമോ? ഒരു പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളൊക്കെ ഒന്ന് അത്ഭുതപ്പെട്ടേക്കാം, യോഗാസനങ്ങൾ എങ്ങനെയാണ് റേഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. ആശങ്കയൊട്ടും വേണ്ട, വളരെ ലളിതമായിട്ട് ഞാൻ ഈ യോഗാസനം പറഞ്ഞു തരാം. എല്ലാവർക്കും, ഏതൊരു പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ഒരു യോഗാസനമാണ്. പക്ഷേ ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു യോഗാസന മുറയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. യോഗാസനത്തിൻ്റെ പേര് വജ്രാസനം. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വജ്രം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ ഒരു രത്നമാണ്. ഈ അമൂല്യമായിട്ടുള്ള രത്നം പോലെ തന്നെ വളരെ അമൂല്യമായ ഫലപ്രാപ്തിയുള്ള ഒരു യോഗാസനമാണ് വജ്രാസനം. സാധാരണ ഭക്ഷണം കഴിച്ച് ഏകദേശം 2.5-3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ യോഗ പരിശീലിക്കുന്നത്. അതായത് അത്രയും സമയദൈർഘ്യം കഴിഞ്ഞിട്ടേ യോഗ പരിശീലിക്കാവൂ എന്നാണ് ശാസ്ത്രം. എന്നാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക യോഗാസനമാണ് വജ്രാസനം. വജ്രനാഡി എന്ന് പറയുന്ന ഒരു നാഡിയുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ. നാഡി എന്ന് വെച്ചാൽ ഞരമ്പ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാഡീ ഞരമ്പുകളുണ്ട്. പ്രധാനപ്പെട്ട നാഡികൾ ഇട, പിംഗല, സുഷുമ്ന. ഈ വജ്രാസനം എന്ന് പറയുന്ന യോഗാസനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ്, നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമോ രാത്രി ഭക്ഷണത്തിന് ശേഷമോ ഒക്കെ ഒരു 5-10 മിനിറ്റ് ഈ സ്ഥിതിയിൽ തുടരാവുന്നതാണ്. അപ്പോൾ ഈ വജ്രാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വജ്രാസനം എന്ന ഒരു യോഗാസനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. ഭക്ഷണത്തിന് ശേഷം ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ തന്നെ അത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദഹന പ്രക്രിയ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വജ്രാസനം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, പുളിച്ചു തകട്ടൽ, അങ്ങനെ ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാര മാർഗമാണ് വജ്രാസനം. അതുമാത്രമല്ല, ശോധനയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ, വയറെപ്പോഴും ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഗ്യാസ് കയറി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും പറയാറുണ്ട്. അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ദഹന സംബന്ധമായിട്ട് വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് വജ്രാസനം. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്ക് പെയിൻ. പലർക്കും നടുവിന് വേദന പല രീതിയിലാണ് വരുന്നത്. ചിലർക്ക് തോൾ ഭാഗം തൊട്ട് താഴോട്ടാണ്, ചിലർക്ക് നടുക്കായിട്ടാണ് വേദന വരുന്നത്, ചിലർക്ക് ലോവർ ബാക്ക് പെയിൻ ആണ് വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. പക്ഷേ ഈ ലോവർ ബാക്ക് പെയിൻ ഉള്ളവർ വജ്രാസനത്തിലിരിക്കുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. സയാറ്റിക് പെയിൻ ഉള്ളവർക്കും വജ്രാസനം വളരെ ഫലപ്രദമായ ഒന്നാണ്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് വജ്രാസനം ചെയ്യുന്നത് വഴി നമ്മുടെ മുട്ട്, നമ്മുടെ കാലിലെ പേശികൾ, ഇതിനൊക്കെ നല്ല ബലവും ഊർജവും കിട്ടുന്ന ഒന്നാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹിപ്പ്, നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ്സ്, പെൽവിക് മസിൽസ്, ഇതിനൊക്കെയുള്ള സ്റ്റിഫ്നെസ് ഒക്കെ മാറി കുറേ കൂടെ അയവുള്ളതാക്കാനായിട്ട് വജ്രാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് സാധ്യമാണ്. അതുവഴി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ കുറേ കൂടെ ഈസി ആയിട്ടും വളരെ ലാഘവത്തോടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചിലർ പറയുന്ന കേൾക്കാറില്ലേ, പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, നന്നായിട്ട് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് ഞാൻ, ഇപ്പം കുറേ കൂടെ സ്പീഡ് കുറഞ്ഞു, പതുക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, അടുക്കളയിലെ ജോലിയായാലും കുറേ സമയം ഒന്ന് നിന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പല ബുദ്ധിമുട്ടുകളും വജ്രാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് വജ്രാസനം മനസ്സിൻ്റെയും കൂടെ ഒരു യോഗാസനമാണ്. ഇതൊരു മെഡിറ്റേറ്റീവ് ആസനയും കൂടെയാണ്. അതായത് മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ തുടക്കക്കാർക്കല്ലെങ്കിൽ പോലും തുടക്കക്കാർക്ക് വജ്രാസനം ഒന്ന് വഴങ്ങി വരാൻ ഒരല്പം സമയമെടുക്കും. യോഗ പരിശീലനം സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിൽ വജ്രാസനം ഒരു മെഡിറ്റേറ്റീവ് പോസ്റ്ററായിട്ട് തന്നെ അവർക്ക് എടുക്കാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ബ്രീതിങ് എക്സസൈസ് പ്രാണായാമം ചെയ്യുമ്പോഴൊക്കെ വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തെ കുറെ കൂടി മെച്ചപ്പെടുത്തും. അതുമാത്രമല്ല അവരുടെ വൈകാരിക തലത്തിൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. വൈകാരിക തലത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് പെട്ടെന്ന് ടെൻഷൻ അടിക്കുക, പെട്ടെന്ന് വിഷമം വരിക, അങ്ങനെയുള്ള വൈകാരിക തലത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം കുറെ കൂടെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ, നമ്മുടെ മൂഡ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വളരെ ഫലപ്രദമാണ് വജ്രാസനം. അതുമാത്രമല്ല വജ്രാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മുടെ മെമ്മറി കോൺസെൻട്രേഷനൊക്കെ വർദ്ധിക്കാനും ഒരുപാട് നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ. അതായത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ പലപ്പോഴും ശരിയായ രീതിയിലല്ല ഇരിക്കുന്നത്, ശരിയായ രീതിയിലല്ല നടക്കുന്നത്. നമ്മൾ കാലാന്തരത്തിൽ നമ്മുടെ പോസ്റ്ററിലൊക്കെ പല പല മാറ്റങ്ങളും തെറ്റായ രീതിയിൽ നമ്മൾ പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല ഭാഗങ്ങളിലും നമുക്ക് വേദന, ബുദ്ധിമുട്ടുകൾ, ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ പോകുന്നു, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരും. പക്ഷേ വജ്രാസന ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോസ്റ്റർ കുറെ കൂടെ മെച്ചപ്പെടാൻ തുടങ്ങും. കാരണം ഒരല്പസമയം വജ്രാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ നട്ടെല്ല് ശരിയായ രീതിയിൽ എങ്ങനെ വെക്കണമെന്ന് തന്നെ നമ്മൾ സ്വയമേ ഒരു ബോധ്യം വരും. അപ്പോൾ ആ ഒരു സ്വാഭാവിക തലത്തിലേക്ക് പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ബോഡി പോസ്റ്റർ കൊണ്ടുവരാൻ പറ്റും. അതുവഴി തന്നെ നമുക്ക് സാധാരണയായിട്ട് വരുന്ന ചെറിയ ചെറിയ പുറം വേദന, നടുവേദന, തോൾഭാഗത്തെ വേദന, ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകും. മറ്റൊരു വലിയ ഗുണമെന്ന് പറയുന്നത് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് അമിതവണ്ണം. എന്നാൽ പലർക്കുമുള്ള തെറ്റിദ്ധാരണ യോഗ ചെയ്താൽ വണ്ണം കുറയാൻ സാധ്യതയുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും യോഗ ചെയ്യുന്നത് വഴി നിങ്ങളുടെ അമിതവണ്ണവും കുടവയറും തീർച്ചയായും കുറയും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. അതായത് നമ്മൾ യോഗാസനങ്ങൾ മാത്രമല്ല, ശരിയായ രീതിയിൽ ഭക്ഷണ രീതിയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തിക്കൊണ്ടുമാണ് നമ്മൾ ഈ ഒരു അമിതവണ്ണം എന്നുള്ള പ്രശ്നം നമ്മൾ പരിഹരിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ ദഹനം റെഡിയാകുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ചിലർക്ക് ശോധനയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ വജ്രാസനം വളരെ നല്ലൊരു പരിഹാരമാണ്. കാരണം വജ്രാസനത്തിലിരിക്കുമ്പോൾ നമ്മുടെ അടിവയറിലേക്ക് കുറെ കൂടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അത് നമ്മുടെ കാലുകൾ, പെൽവിക് റീജിയൻസ്, ഹിപ്പ്, ഇവിടെയൊക്കെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈൻസ്, കുടൽ കുറെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ യോഗാസനങ്ങൾ, ശോധനക്രിയകൾ, ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്തൽ, ഭക്ഷണക്രമം, ഇതെല്ലാത്തിൻ്റെയും ഒരു ആകത്തുകയാണ് വണ്ണം കുറയുന്ന ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ വജ്രാസനം എന്ന യോഗാസനം തീർച്ചയായിട്ടും ഇതിന് ഒരു മുതൽക്കൂട്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ആസനം, അല്ലെങ്കിൽ ഈ ഒരു യോഗാസനം വണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. പിന്നീട് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന, ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ നല്ലൊരു പരിഹാര മാർഗമാണ് വജ്രാസനം. സ്ഥിരമായിട്ട് വജ്രാസനം ചെയ്യുന്ന സ്ത്രീകളിൽ ഇത്തരം ആർത്തവ സമയത്ത് അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞതായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഒരു സമയം കുറെ കൂടെ നല്ല രീതിയിൽ അവർക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യോഗാസനത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലളിതമായിട്ടുള്ള ഒരു യോഗാസനമാണ്. ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വെറും തറയിൽ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങളൊരു യോഗ മാറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ തറയിലൊരു പാവിരിച്ചോ ഒക്കെ ആണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം സിമ്പിളായിട്ട് ലളിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്ന ആ പൊസിഷൻ അറിയാമല്ലോ എല്ലാവർക്കും. നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നു, അതിനുശേഷം വളരെ സാവധാനത്തിൽ ഇരിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതായത് നമ്മുടെ ബട്ടക്സ് ഉപ്പൂറ്റിയിൽ ടച്ച് ചെയ്യണം, നമ്മുടെ തുട നമ്മുടെ കണങ്കാലിൽ ഇരിക്കണം.
മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ലളിതമാണ്. നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്ന പൊസിഷൻ, അങ്ങനെ മുട്ടുകുത്തി നിൽക്കുക, എന്നിട്ട് സാവധാനം അങ്ങ് ഇരിക്കുക. ഇത്രയേ ഉള്ളൂ വജ്രാസനം. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നട്ടെല്ല് നിവർത്തി വെച്ച് വേണം നമ്മൾ വജ്രാസനം ഇരിക്കാൻ. നട്ടെല്ല് നിവർത്തി വെക്കുമ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം കുറേ കൂടെ സ്റ്റഡി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരല്പം മുന്നോട്ട് വെക്കാം. നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അറ്റത്ത് അഗ്രഭാഗം, ആ ടെയിൽ ബോൺ എന്ന് പറയും, ആ ടെയിൽ ബോൺ കുറച്ചും കൂടെ കറക്റ്റ് പൊസിഷനിലേക്ക് വന്ന് നിൽക്കും. അതാണ് ശരിക്കും ശരിയായിട്ടുള്ള ഒരു നമ്മുടെ സ്പൈൻ്റെ ഒരു പൊസിഷൻ. അതാണ് ഒരു ചെറിയ എസിൻ്റെ ആകൃതിയിലാണ് നമ്മൾ, എസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മുടെ നട്ടെല്ല് സ്ട്രെയിറ്റ് അല്ലല്ലോ. അപ്പോൾ ആ ഒരു പൊസിഷൻ, നട്ടെല്ലിൻ്റെ ആ പൊസിഷൻ മനസ്സിലൊന്ന് കണ്ടിട്ട് ഇത് ചെയ്യുക. നമ്മുടെ താടി അല്പം മുന്നോട്ട് ആയിരിക്കണം, നമ്മുടെ നോട്ടം മുന്നോട്ടായിരിക്കണം. അത് നമ്മളെ നോട്ടം മുന്നോട്ടാവുമ്പോൾ നമ്മുടെ താടി അല്പം ഉയർത്തി സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ നോക്കാൻ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡേഴ്സ്, 2 ഷോൾഡേഴ്സും കുനിഞ്ഞൊന്നും ഇരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മുടെ ഷോൾഡേഴ്സ്. നേരെ നോക്കി ഇരിക്കുക. ഇതാണ് വജ്രാസനം എന്ന യോഗാസനം, ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ലളിതമായിട്ടുള്ള ഒരു യോഗാസനം. അപ്പോൾ ഈ യോഗാസനം ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്നാമതായിട്ട് ഒരുപക്ഷെ തുടക്കക്കാർക്ക് വജ്രാസനത്തിൽ ഇരിക്കുമ്പോൾ മുട്ട ഒരല്പം വേദന എടുക്കുന്നു എന്ന് തോന്നാം. അത് തുടക്കക്കാർക്ക് ഈ ജോയിൻസിനൊന്നും അധികം ഫ്ലെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അവർക്ക് തോന്നുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ. അതിനൊരു ചെറിയ പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തലയണ ഉണ്ടാവുമല്ലോ, അപ്പോൾ ചെറിയ കുഷനോ അല്ലെങ്കിൽ ചെറിയ തലയണോ നമ്മുടെ കാലിൻ്റെ അടിയിലോട്ടൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരല്പം വേദന കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവർ വജ്രാസനം ചെയ്യാൻ പാടുള്ളതല്ല. മുട്ടിനെന്തെങ്കിലും സർജറി നടത്തിയവർ അല്ലെങ്കിൽ മുട്ടിന് കലശലായ എന്തെങ്കിലും രോഗബാധയുള്ളവർ വജ്രാസനം ചെയ്യാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ കടുത്ത ഹെർണിയ, ചെറുകുടലിലും വൻകുടലിലും എന്തെങ്കിലും രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം ഇത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഈ കാര്യം പറയുക. അപ്പോൾ അവർ വജ്രാസനത്തിലെ എന്തെങ്കിലും വേരിയേഷൻസ്, പല വേരിയേഷൻസ് ഉണ്ട്, ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് പറഞ്ഞു തരും, അതിനനുസരിച്ച് മാത്രം ചെയ്യുക. നട്ടെല്ലിന് എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളവർ, അത് പലതരത്തിലാണ് ഓരോരുത്തർക്കും ഉള്ളത്. അങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഉള്ള നട്ടെല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വേദനയോ നടക്കുന്നവർ ആ സമയത്ത് ഈ യോഗാസനം ചെയ്യാൻ പാടില്ല. വേദന കുറയുകയും ആ വേദന കുറയാൻ വേണ്ടിയുള്ള മറ്റ് യോഗാസനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ യോഗ തെറാപ്പിസ്റ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിനുശേഷം നമുക്ക് വജ്രാസനം പരിശീലിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഗർഭിണിയായിട്ടുള്ളവർക്ക് ഈ യോഗാസനം പരിശീലിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് വജ്രാസനം പരിശീലിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യോഗ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം കഴിവതും ഗർഭിണികൾ യോഗ ഇൻസ്ട്രക്ടറിൻ്റെ മുമ്പിൽ തന്നെ ഇത്തരം പരിശീലനങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഗർഭിണികൾക്ക് 3 മാസത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള യോഗാസനങ്ങൾ പരിശീലിച്ച് തുടങ്ങാം. അതിലുള്ള ഒരു യോഗാസനമാണ് വജ്രാസനം. അവർക്ക് കുറേ കൂടെ ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറാനും ഗ്യാസ് കയറുക, നെഞ്ചിരിച്ചിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു പരിഹാര മാർഗമാണ് വജ്രാസനം. ഒരുപാട് സമയം കാലിൽ ഒരുപാട് വേദനയൊക്കെ തോന്നുവാണെങ്കിൽ ഒരുപാട് സമയം ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഗർഭിണികൾ യോഗാസനത്തിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്ര സമയമാണ് സാധാരണ ആളുകൾക്ക് യോഗാസനം ചെയ്യാനായിട്ട് വേണ്ടത്? സമയത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കക്കാർ ഒരു 30 സെക്കൻഡിൽ തുടങ്ങുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. ഞാൻ 30 സെക്കൻഡ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഈ വജ്രാസനം ചെയ്യുമ്പോൾ ചിലർക്ക് മുട്ടിനൊരല്പം പെയിൻ തോന്നും, നമ്മുടെ കണങ്കാൽ ആംഗിൾ ജോയിൻസിനൊക്കെ ഒരല്പം പെയിൻ തോന്നും. അപ്പോൾ ആ പെയിൻ ഒന്ന് കുറച്ച് നാൾ എടുക്കും ഒന്ന് മാറാൻ. അപ്പോൾ അതുവരെ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡൊക്കെ അവർക്ക് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് എത്ര സമയം ഇരിക്കാൻ സാധിക്കുന്നോ അത്രയും നല്ലതാണ്. പക്ഷെ പോകെ നമ്മുടെ മുട്ടുകൾക്ക് വഴക്കവും കാലിൻ്റെ പേശികൾക്കൊക്കെ ബലവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു യോഗാസനം നമുക്ക് കുറേ കൂടെ
ലളിതമായിട്ട് അനായാസേന നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഒരു യോഗാസനം ലളിതമായി കഴിയുമ്പോൾ ആ ഒരു യോഗാസനത്തിൻ്റെ സുഖം നിങ്ങൾ അനുഭവിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 മിനിറ്റ് വരെയൊക്കെ നമുക്ക് ഈ സ്ഥിതിയിലിരിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നമ്മുടെ കംഫർട്ടബിൾ ലെവലിനനുസരിച്ച് നമുക്ക് ഇരിക്കാം. അപ്പോൾ മുട്ടിന് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് ഉള്ളവർക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മറ്റെന്തെങ്കിലും രോഗാവസ്ഥയിലുള്ളവർക്ക് ഈ ഒരു യോഗാസനം ചെയ്യാൻ സാധിക്കാതുള്ളതുണ്ടോ? ഓസ്റ്റിയോആർത്രൈറ്റിസ് പ്രായമായവരിൽ വരാറുണ്ട്. അതുമാത്രമല്ല, ഈ മുട്ടിന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിച്ചവരാണെങ്കിലും വജ്രാസനം ഒഴിവാക്കേണ്ടതാണ്. അതുമാത്രമല്ല, ആംഗിൾ ജോയിൻസിന് ഇഞ്ചുറി സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധ ഉണ്ടാകുക, ആ സമയത്തൊന്നും നമ്മൾ ഈ യോഗാസനങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം പതുക്കെ നമുക്ക് ഈ വജ്രാസനത്തിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സുഖിനോ ഭവന്തുവിൽ വളരെ മെച്ചപ്പെട്ട ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത്, അല്ലേ? അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ, കഴിയുന്നവരെല്ലാവരും ഇതൊന്ന് പരിശീലിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ മനസ്സിന്റെ ഒരു പൂർണ്ണ സംതൃപ്തിക്ക് നമുക്ക് ഈ പറയുന്ന യോഗ പരിശീലനങ്ങളും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്ന വജ്രാസനം എന്ന ഒരു ഫലപ്രദമായ യോഗാസനമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഖിനോ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു യോഗ പരിശീലനവുമായി നിങ്ങൾക്ക് മുമ്പിൽ സുഖിനോ ഭവന്തു എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഖിനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.